ഇന്ദ്രൻ സേട്ടൻ നമ്മള് ആദ്യം ഇന്ദ്രൻ സേട്ട വെച്ച് നമ്മളെന്താ ലൈവ് പരിപാടി തുടങ്ങാം. ഇന്ദ്രൻ സേട്ടാ നമസ്കാരം. ഇന്ദ്രൻ സേട്ടാ, ഇവിടെ ഇന്ന് നമുക്കറിയില്ല അമ്മ എന്നൊരു സംഘടനയുടെ 31ാമത് ആനുവൽ സെലിബ്രേഷൻ. ഇതിൽ വേറൊരു പ്രത്യേകത ഇന്നത്തെ ദിവസമുണ്ട്. ഇന്ദ്രൻ സേട്ട അറിഞ്ഞോന്ന് എനിക്കറിയില്ല, ജഗതി ചേട്ടൻ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. 15 വർഷത്തിന് ശേഷം ജഗതി ചേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. അല്ല, അത് നമ്മളാണ് അറിയിച്ചത്. ജഗതി ചേട്ടൻ പങ്കെടുക്കുന്നു. ആ ഒരു സന്തോഷം നമുക്ക് വലുതല്ലേ? എല്ലാവർക്കും വലിയ അല്ല, ഇത് പറഞ്ഞപ്പോൾ തന്നെ ആ ഇന്ദ്രൻ ചേട്ടൻ്റെ ആ എക്സ്പ്രഷനിൽ മനസ്സിലായി. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കൃത്യമായിട്ട് കിട്ടി. ഇന്ദ്രൻ ചേട്ടൻ, നമ്മൾ അമ്മ സംഘടനയുടെ പ്രവർത്തനം നല്ല രീതിക്ക് പോകും അല്ലേ? അമ്മ സംഘടനയുടെ ഒരു തളർച്ച ഉണ്ടായപ്പോഴും കുടുംബസംഗമൊക്കെ പൊളിച്ച് നമ്മൾ അടിച്ച് പൊളിച്ചങ്ങ് തിരിച്ചങ്ങ് വന്നു. ഈ നിമിഷം എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, നമ്മൾ ലക്ഷ്യം നല്ലതാണെങ്കിൽ ഒരിക്കലും അത് പാടില്ല എന്നുള്ള നല്ല ഉദ്ദേശമാണെങ്കിൽ അതങ്ങനെ നിൽക്കും. അതൊരു ലോകനീതിയാണ്, ലോക നിയമം. എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞേ, ഹോട്ട്സ്റ്റാറിൽ ഞാൻ മിനിങ്ങാന്ന് നിങ്ങളുടെ സീരീസ് കണ്ടു കേട്ടോ. സൂപ്പർ. അതൊന്നും കെട്ടിപ്പിടിക്കാതെ പോകുന്നില്ല. ഗംഭീര പ്രവർത്തനം. നിങ്ങളും ഹരീഷ് അശോകൻ ചേട്ടനും ഒക്കെ എല്ലാവരും പഴയ ടീം അത് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ ടീം എന്താണ് വേറൊരു കണക്കാണ്. ഗംഭീരമായിരുന്നു. അത് ഈ സമയം എനിക്ക് പറയാതിരുന്നാലേ മനസ്സിൽ നിങ്ങളുടെ പോയി. ഇന്ദ്രൻ ചേട്ടാ, ഒത്തിരി സന്തോഷം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വന്നും നമ്മുടെ ലക്കി ഡ്രോയിൽ പങ്കെടുക്കണം. ഓക്കെ, താങ്ക് യു. നമ്മുടെ അൻസിബ നമ്മുടെ ഈ അൻസിബിനെ കുറിച്ച് നമുക്ക് കുറേ പറയാനുണ്ട് കേട്ടോ. ഒരു അൻസിബ ഈ മൈക്കിൽ പിടിക്കുന്ന നമസ്കാരം. അൻസിബ, നമുക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. കാരണം എന്താ, നമ്മള് കുടുംബസംഗമം നടത്തി നമ്മൾ വിജയിച്ച് ആ പടിയിൽ നിൽക്കുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ മനസ്സിൽ വന്ന് ജഗതി ചേട്ടനെ തിരിച്ച് ഇവിടെ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഈ കമ്മിറ്റിക്ക് കഴിക്കും. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം മലയാള സിനിമയുടെ ഇതിഹാസമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമാണ്, വേൾഡ് സിനിമയുടെ ഇതിഹാസമാണെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ആക്ടറാണ് മലയാളത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജഗതി സാറ് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ ഇല്ലെങ്കിലും മറന്നില്ല ആരും അല്ലേ. സാധാരണ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ കണ്ടില്ലെങ്കിൽ മറക്കും എല്ലാവരും പറയും, പക്ഷെ ലെജൻസിന് മറക്കൂല. അത് ഇപ്പോഴും പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് കൊണ്ടുവരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് പുതിയ മെമ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണാനൊരു അവസരം കിട്ടുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. 2011 വന്നു പോയി. കൂടത്തില് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ജഗതി ശ്രീകുമാറിനെ ഒരു ഇന്റർവ്യൂയിലൂടെ നമ്മുടെ ചാനലാണ് പുറത്തോട്ട് വന്നത്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു അഭിമാനം. അതിൽ ഞാൻ പേഴ്സണലി പ്രൗഡാണ്. കാരണം എനിക്ക് ആ ഇന്റർവ്യൂ എടുക്കാൻ അനുവാദം അലിക്കട എന്ന് കിട്ടി എന്നുള്ളതാണ്. അതെ, 5 വർഷത്തിന് ശേഷമാണ് സ്ക്രീനിൽ വരുന്നത്. മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നമ്മുടെ ഒരു സംഘടന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോയപ്പോൾ നമ്മൾ കുടുംബസംഗം നടത്തിയിട്ട് അമ്മയെ അങ്ങ് ചേർത്ത് പിടിച്ചു എല്ലാവരും. അത് നിങ്ങളൊക്കെ ആ കമ്മിറ്റി അന്ന് അധ്വാനിച്ചത് ഞാൻ നേരിൽ ആ കമ്മിറ്റി എല്ലാവരും ഒരേപോലെ ലാലേട്ടൻ്റെ കീഴിൽ നമ്മളെല്ലാവരും അധ്വാനിച്ച് ആ കുടുംബസംഗമം നടത്തി കഴിഞ്ഞപ്പോൾ ആ മനസ്സിലുണ്ടായ ഒരു സന്തോഷം അന്ന് പങ്കുവയ്ക്കാൻ പറ്റില്ല. എനിക്ക് ഒന്ന് പറയൂ. ഞാൻ 2013-ലാണ് ദൃശ്യം ഇറങ്ങിയത്. 2016 മുതലാണ് ഞാൻ അമ്മ മെമ്പറായത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴേ അമ്മയിൽ മെമ്പറാവണം ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും സിനിമയിൽ വരുന്നത്. അങ്ങനെ ദൃശ്യം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് മെമ്പർ ആവാൻ പറ്റിയത്. അതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വോട്ടെടുപ്പിലൂടെ എന്നെ ഇവിടെയുള്ള മെമ്പേഴ്സ് വിജയിപ്പിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാക്കി മാറ്റി. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇതുപോലെ പുതിയതായിട്ട് വന്ന ആളുകളെയും പരിഗണിക്കുക. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എല്ലാവരെയും പരിഗണിക്കുമ്പോഴാണല്ലോ ഒരു സംഘടന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തെളിവാണ് എനിക്കൊക്കെ എത്രയും വോട്ടുകൾ തന്നിട്ട് വിജയിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, ഇപ്പോൾ ആളുകൾ പറയും ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണതൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിച്ചതാണ് അമ്മ കുടുംബസംഗമം. കഴിഞ്ഞ 30 വർഷത്തിലേറെ ആയിട്ടുള്ള അമ്മയുടെ ചിരകാല ആഗ്രഹമാണെന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടെയുള്ള ലാലേട്ടൻ്റെ കീഴിലുള്ള ഈ ഒരു കമ്മിറ്റിക്ക് നിന്ന് അത് ചെയ്യാൻ പറ്റിയതിലൊരു പ്രൗഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ മരണം വരെ എനിക്ക് ഓർക്കാൻ പറ്റുന്നൊരു വലിയ മെമ്മറിയാണ്. ആ ഒരു കാര്യത്തിൽ ഞാനും ഒരു ഭാഗമായല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അത് വലിയ സന്തോഷം. എന്തായാലും നല്ല തിരക്കിലാണെന്ന് അറിയാം.
നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകണം. എനിക്കും ആ 30 വർഷം കൊണ്ട് കുടുംബസംഗമം നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന്റെ പാർട്ടാൻ എനിക്കും സാധിച്ചു. അതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്. അൻസിബേച്ചി എന്നെ കണ്ടതേ പറഞ്ഞത്, ഇവിടെ നിങ്ങളാരും പുതിയതല്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരാണെന്നാണ് പറഞ്ഞത്. നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. അതാണ് അതിലൊത്തിരി സന്തോഷം. അപ്പൊ തിരക്കിലേക്ക് പോയിട്ട് വീണ്ടും വരും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ണീഷ് പോവാൻ. ഉണ്ണിച്ചേട്ടനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളുകളായി കുടുംബസംഗമം തൊട്ട്, ഉണ്ണിച്ചേട്ടൻ നേരത്തെ തൊട്ട് കാണുന്നത് കുടുംബസംഗമം തൊട്ട് അമ്മയുടെ ഓഫീസിലാണ് കിടന്നുറങ്ങുന്നവർ പോലും എനിക്ക് സംശയമുണ്ടായി. ആ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ആത്മാർത്ഥമായ ജോലി കണ്ട് എൻ്റെ മനസ്സിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇന്നൊരു വലിയ സംഭവം ഉണ്ണിശുപാൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അത് പ്രഷർ ലൈവിൽ കാണും. അത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു സംഭവം ഇന്ന് ഉണ്ണിശുപാൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല, നിങ്ങൾ ലൈവിൽ കാണണം. ഉണ്ണിച്ചേട്ടാ, ഒത്തിരി സന്തോഷമുള്ള മുഹൂർത്തം. ഒരുപാട് പറഞ്ഞപ്പോഴേ ഒരുപാട് പ്രതീക്ഷിക്കും. അല്ല, അത് ഉണ്ട് പ്രഷർ കൊണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ മനസ്സിലുണ്ട്. അത് സത്യമാണ്. പിന്നെ ഇതിനെല്ലാം നമ്മൾ എത്ര വർഷമായിട്ടുള്ള പരിചയമുണ്ട്, ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഈ യാത്രക്കിടയിൽ നമ്മൾ അറിയാതൊരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ, അത് സംഭവിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഡെഡിക്കേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെയ്തേ പറ്റുമല്ലേ. എന്ത് കരുതി ഇപ്പം നിങ്ങളെങ്ങനെയാണ് നിലനിൽക്കണം? അതെ, നിങ്ങൾ സ്വന്തം ഒരു പ്രസ്ഥാനമായി മാറി. അത് നിങ്ങളുടെ ഡെഡിക്കേഷനാണ്. അത് തന്നെയാണ് നമുക്ക് അടിസ്ഥാനമായ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതാണ് കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തരാകുക, എന്നും ഡെഡിക്കേറ്റ് കാര്യങ്ങൾ, ആത്മാർത്ഥം, അത്രേ. അപ്പോൾ ഒരു ബ്ലെസ്സിങ് അറിയാതെ വരും. അതെ. നാളുകളായി അമ്മയിലുണ്ട്. സന്തോഷവാനല്ലേ ഇപ്പോൾ? എന്ത് സന്തോഷം കുറവ്. എന്നും നമ്മൾ ചിരിച്ചോണ്ടല്ലാണ്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ അടിസ്ഥാന കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ചാനൽ തകർക്കട്ടെ നിങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷർ കാത്തിരിക്കുക. അതെ അല്ലേ? അതെ, ഒരു ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം അത് സന്തോഷം മുഹൂർത്തമാണ്. അമ്മ വരട്ടെ. അമ്മ സ്റ്റെപ്പ് ഒന്ന്. അമ്മയെ ഒത്തിരി സന്തോഷം. ഇങ്ങോട്ട് തിരിച്ചിരിക്കും അമ്മേ. ഒത്തിരി സന്തോഷം അമ്മേ. ഇപ്പോഴും ഈ പ്രായത്തിലും ഈ കുടുംബസംഗമത്തിന് ഈ അമ്മയുടെ ജനറൽ ബോഡിക്ക് വരുമ്പം മനസ്സിലുണ്ടാവുന്ന സന്തോഷം വരുന്നില്ല അമ്മേ? സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. എനിക്ക് തീരെ വയ്യ, മുട്ട് രണ്ടും വേദന. ഡോക്ടർ പറഞ്ഞ് പുറത്തിറങ്ങരുത്, സ്റ്റെപ്പ് ഇറങ്ങരുത്, നടക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ രക്ഷയുണ്ടോ? എന്നാലും എനിക്ക് ഇവിടെ വരണം. അത് ഞാൻ ലാലിനോടും എല്ലാവരോടും പറയും. എനിക്ക് വരാൻ പറ്റുന്ന കാലം മുതൽ ഞാൻ വരും. ഇത് 31ാമത്തെ വർഷം. അതിൽ ഞാൻ 2 വർഷമാണ് ഞാൻ വരാതിരുന്നത്. അതൊന്ന് എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം, ഒന്ന് കൈ ഒടിഞ്ഞിട്ട്. ബാക്കി എല്ലാ വർഷവും ഞാനിവിടെ. അന്ന് ചെറുപ്പാണല്ലോ, ഇന്ന് പ്രായമായില്ലേ, കുറേ പ്രായമായി. എന്നാലും എനിക്ക് വരാൻ പറ്റുന്ന കാലം. അടുത്ത പ്രാവശ്യം ഇനി ആരൊക്കെയാ ഉണ്ടാവുക, ഞാൻ തന്നെ ഉണ്ടാവുക എന്നൊക്കെ ഒന്നും ദൈവത്തിനല്ലേ അറിയുള്ളൂ. എന്നാലും എനിക്കിവിടെ എത്തിപ്പെടണം. ഇവരൊക്കെ കൊല്ലത്തിലൊരിക്കലാണ് കാണുന്നത്. വർക്കില്ലാത്തത്. എനിക്കാകെ 2 മക്കളാണ്, 2 ആൺകുട്ടികൾ. അതിൽ മൂത്തവൻ മരിച്ചിട്ട് 4-5 വർഷമായി. അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, വീട്ടിലിരിപ്പന്നായി. അതുകൊണ്ടാണ് കാല് തീരെ അനക്കാൻ വയ്യാതായത്. മറ്റും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിലേക്ക് ലയിച്ചു പോകുമല്ലോ. ഇതിപ്പം ജോലി ഇല്ലല്ലോ, മോനും പോയല്ലോ, അങ്ങനെയുള്ള സങ്കടമാണ്. എന്നാലും ഞാൻ കടിച്ചു പിടിച്ച് ഇവിടെ വരും. ഈ പ്രാവശ്യം ഞങ്ങൾ ട്രെയിനിലാണ് വന്നത്. എൻ്റെ 2ാമത്തെ മോനും എൻ്റെ വളർത്തു മോനും. മോൻ്റെ പേര് ജോയ്, വളർത്തുമോൻ്റെ പേര് വിജോയ്. അവനാണ് ഈ മറ്റേ എഴുത്തുകുത്തുകളും മറ്റും മറിച്ചൊക്കെ അമ്മയായിട്ടുള്ള ബന്ധം. എഴുത്തുകുത്ത് അങ്ങനെ പോണു. ഒത്തിരി സന്തോഷം അമ്മേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും. എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാവും ഞങ്ങളുടെയൊക്കെ. ഇനിയും ദീർഘായുസ് ദൈവം തരട്ടെ കേട്ടോ. ദീർഘായുസുള്ളത്ര കാലം നമ്മളിങ്ങനെ നടക്കാനുള്ള ശേഷി തരട്ടെ. ദീർഘായുസ് കിട്ടിയിട്ട് കാര്യമില്ല, ആരോഗ്യവും നിൽക്കണം അല്ലേ? ദൈവം അത് തരും. സന്തോഷം. ഓക്കെ.
പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, അതിശയ സിനിമയിൽ നമ്മളെ അതിശയിപ്പിച്ച കുട്ടിത്താരാണിത്. വലിയ വേള ഇപ്പോ അല്ലേ? കുറച്ച് ഹൈറ്റ് വെച്ചു. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ഉണ്ടോ? ഡിസ്കഷനിലാണ്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമ്മള് ഗംഭീരമായിട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണോ? ആണോ ചേട്ടാ? തീർച്ചയായിട്ടും. കഥ കേൾക്കാറുണ്ടോ? ഇഷ്ടംപോലെ കേൾക്കുന്നു. രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണോ അതോ? അല്ല, ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല, മൂപ്പര് തന്നെ ഡിസ്കസ് ചെയ്യാറ്. എനിക്ക് എന്റേതായിട്ടുള്ള ടെൻഷനും ജോലികളും. അല്ല, എന്നാലും അച്ഛൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും എന്റെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം പുതിയൊരു അടിപൊളി വേഷമൊക്കെ ആയിട്ട് നല്ല സ്റ്റോറി ആയിട്ട് വരട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. കാണാം, ഞങ്ങളിവിടെ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupura.